ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ പല ചുറ്റുപാടുകൾക്കുമിടയിൽ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട VLSI ബാബുമോൻ സഭാപകളെ ക്ഷണിച്ചുകൊണ്ടു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ്, സ്വാഗതപ്രാസംഗികൻ നിസാമുദ്ദീൻ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രമുഖരെ, നാട്ടുകാരെ, അപ്പം ഈ വാരം റോഡ് കൂട്ടായ്മ റിലീഫ് സെല്ലിന്റെ 4ാം വാർഷിക സമ്മേളനത്തിന് എന്നെ ക്ഷണിച്ചുകൊണ്ട് അപ്പോൾ ആദ്യം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്താണിത്, പ്രോഗ്രാം എന്താണ്. പിന്നീടാണ് വിശദമായി അന്വേഷിച്ചപ്പോൾ ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4 വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ യുവാക്കളൊക്കെ ചേർന്ന് നല്ലൊരു കൂട്ടായ്മയാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അത് വരേണ്ടത് അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നി. അപ്പം ഏത് രീതിയിൽ നോക്കിയാലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നമുക്കറിയാം, വൈകുന്നേരങ്ങളിൽ അവിടെ ഇവിടെ കൂടിയിരുന്ന് തെറ്റായ രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ രീതിയിലേക്ക് പോവുക. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇങ്ങനെ കുറെ ചെറുപ്പക്കാർ ചേർന്ന് ഇത്ര ഒരു പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവരെ അഭിനന്ദിക്കുകയാണ്. പിന്നെ പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ ഈ മനഃശാസ്ത്രപരമായി മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് കൗൺസിലിംഗ് സെന്റേഴ്സ്, അല്ലെങ്കിൽ അതിനുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെയുള്ള ക്ലാസുകൾ മറ്റുമൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കുറച്ചുകൂടി അതൊന്ന് വിപുലീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നന്നായിരിക്കും, അങ്ങനെ ചെയ്താൽ വളരെ നന്നായിരിക്കും. പിന്നെ ഈ ചാരിറ്റി എന്ന് പറയുന്നത്, ചാരിറ്റി നമ്മൾ ഏത് കാര്യത്തിന് ചാരിറ്റി ചെയ്താലും നമ്മൾ കയ്യിൽ നിന്നും ഒരിക്കലും നമ്മൾ കൊടുക്കുന്നത് നഷ്ടാവില്ല. അങ്ങനെയാണ് ആൻ ഫ്രാങ്കിന്റെ ഒരു പ്രശസ്തമായ വാചകമുണ്ട്. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് കൂടുകയുള്ളൂ, നമ്മൾ കുറയില്ല. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ട് ഒരാൾക്കും ലോകത്ത് അയാൾ ദരിദ്രനായി പോയ ഒരു സംഭവമില്ല. അപ്പൊ ഈ റിലീഫിന്റെ കാര്യത്തിലായാലും അതങ്ങനെയാണ്. നല്ല മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും നമുക്കൊരു നഷ്ടമായി മാറില്ല, നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്നാണ് അത് എല്ലാ മതങ്ങളിലും നോക്കിയാലും റിലീഫിനെ പറ്റി, ചാരിറ്റിയെ പറ്റി അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല. അത് നമ്മുടെ മനസ്സ്, നല്ല മനസ്സോടെ അത് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല മനസ്സോടെ ഇക്കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പിന്നോട്ട് പോക്കുണ്ടാവില്ല, എപ്പോഴും മുന്നിലേക്കാണ് പോവുക, അഭിവൃദ്ധി ഉണ്ടാവും. അത് ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലെല്ലാം ഈ ദാനം ചെയ്യുന്നതിനെ പറ്റി ഒരു മഹത്തായ കാര്യമാണെന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്, മഹാന്മാരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ നല്ല മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു പ്രസ്ഥാനമായിട്ട് മാറും. അപ്പൊ അങ്ങനെ മാറണം, മറ്റൊന്നും പറയാനില്ല. അപ്പം ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഈ സംഘാടകരെ ഞാൻ നന്ദി പറയുന്നു. ശരി. ധനവും ആരോഗ്യവും സമൂഹ നന്മയ്ക്കെന്ന ലക്ഷ്യത്തോടുകൂടി വാരംകോട് കൂട്ടായ്മ റിലീഫ് സെല്ലും 4ാം വാർഷിക സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് VLSI ബാബുമോൻ പി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കുള്ളിൽ ഈ വേദിയിലെത്തുവാൻ സമയം കണ്ടെത്തിയ SI സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഹലോ, അടുത്തതായി